ദുബായിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അവിടുത്തെ സേഫ്റ്റിയാണ്. ഏത് നട്ടപ്പാതിരക്ക് വേണമെങ്കിലും എണീറ്റിട്ട് ഏത് മരുഭൂമിൻ്റെ നടുവിലും പോയി കിടക്കാമെന്നുള്ള ആ ഒരു ധൈര്യം, ആ ഒരു അഹങ്കാരത്തിലാണ് ലുലുവിൽ നിന്ന് ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞത്, നമുക്ക് ദുബായിൽ തണുപ്പൊന്ന് പോയി ആസ്വദിച്ചാലോന്ന്. വാങ്ങിയ പഞ്ചസാരയും ചായപ്പൊടിയും ഒക്കെ അവിടെ ഇട്ടിട്ട് കുറേ ചിപ്സും ചീസും കുബൂസും മോർട്ടാഡലയും ഒക്കെ അങ്ങനത്തെയൊക്കെ കുറച്ച് സാധനങ്ങൾ ജ്യൂസും ഒക്കെ ആയിട്ട് വാരിക്കൂട്ടി ഒരു ഫ്ലാസ്ക് എടുത്ത് അതിൽ കുറച്ച് കോഫിയൊക്കെ ഒഴിച്ചിട്ട് ഒറ്റ വിടലാണ് മരുഭൂമിൻ്റെ നടുവിലേക്ക്. അവിടെ എത്തിയപ്പോൾ ആദ്യം വിചാരിച്ചത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെയുള്ള സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ വിരിച്ചിട്ട് വെറുതെ കുറച്ച് പെട്ടെന്ന് എടുത്ത തീരുമാനമല്ലേ, പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അവിടെ അങ്ങോട്ട് വിരിച്ചിട്ട് വെറുതെ അങ്ങോട്ട് ഇരിക്കാം എന്നായിരുന്നു നമ്മുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. പക്ഷേ കിട വിറക്കുന്ന തണുപ്പായിരുന്നു. അപ്പോൾ നമ്മുടെ ആ സംഭവമൊക്കെ പ്ലാനൊക്കെ മാറ്റിയിട്ട് നമ്മൾ ടെൻറ്റൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാം എന്നുള്ളതായി പിന്നീടുള്ള തീരുമാനം. തണുപ്പ് എന്തായാലും സഹിക്കാൻ പറ്റില്ല, അങ്ങനത്തെ തണുപ്പാണ്. 9 ഡിഗ്രി സെൽഷ്യസ് വരെ പോയിട്ടുണ്ട് നമ്മളവിടെ നിൽക്കുമ്പോൾ ആ തണുപ്പ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഡെസേർട്ടാണ്, ഫുള്ളി ഡെസേർട്ടാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ 2 സൈഡിലും ഡെസേർട്ടായിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ നടുവിലൂടെ ഒരു റോഡുണ്ട്. അപ്പോൾ പിന്നെ അപ്പുറം ഇപ്പുറത്തൊക്കെ ആയിട്ട് കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ വരാനൊക്കെ, പണ്ടൊന്നും ഇവിടെ അങ്ങനെ ആളുകൾ വരാറില്ലായിരുന്നെങ്കിലും ഇപ്പോൾ ഇത് ഒരു ദുബായ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, എല്ലാ സ്പോട്ടും എന്ന് പറയുന്നത് നമ്മൾക്ക് എൻജോയ് ചെയ്യാനുള്ളതാക്കി മാറ്റുന്ന ഒരു സ്ഥലമാണ് ദുബായ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആയിട്ട് മാറിയിട്ടുണ്ട് നമ്മളുടെ ഈ സ്പോട്ടും ഇപ്പോൾ. പിന്നെ വെറുതെ ഇങ്ങനെ ഇരിക്കുക, കുറേ തണുത്ത് കിടുകിട വിറക്കുക, എന്നിട്ട് തിരിച്ചു പോകുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ കുടിക്കുകയും കഴിക്കുകയും രസിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതും കൂടെയാണ്. ആദ്യം എന്തായാലും നമ്മളൊരു കോഫിയൊക്കെ, നല്ല ചൂടുള്ള ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് നമ്മുടെ തണുപ്പിനെ ഒന്നങ്ങോട്ട് ശമിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു എന്തുണ്ടാക്കാം, ഒരു ജംബോ സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ജംബോ സാൻഡ്വിച്ച് എന്ന് പറയുമ്പം കഴിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഭീമാകാരനായ ഒരു സാൻഡ്വിച്ചിനെ നമ്മൾക്ക് ഉണ്ടാക്കാം. ടീ കേക്ക് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു സാധനമാണ്. ടീ കേക്ക് എന്ന് പറയുമ്പോൾ ആ ചെറിയ ചെറിയ കുഞ്ഞു മറ്റേ ഈ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടിട്ട് വെറുതെ ഒരു ചെറിയ ഫ്രൂട്ട്സിൻ്റെ പീസസൊക്കെ ഉള്ള ആ സാധനമില്ലേ, അത് ആ ഒരു ടീ കേക്ക് എനിക്കിഷ്ടമാണ്. പിന്നെ ഇതൊക്കെ ഒരു രസമാണല്ലേ, ഇടയ്ക്ക് ഇങ്ങനെ വെറുതെ എല്ലാവരും കൂടെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടിരിക്കുക, ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കുക, റിലാക്സ് ആയിട്ട്, വേറെ പണികളൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ അനുഭവങ്ങളിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ്, എന്താണ് നിങ്ങളെങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ സമയം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് റിലാക്സേഷൻ കിട്ടുന്നത് എപ്പോഴായിരിക്കും എന്നൊക്കെ ഉള്ളത് ഒന്ന് ഷെയർ ചെയ്യാമോ? എനിക്കൊരു പക്ഷേ ഇത് തന്നെയായിരിക്കും, വെറുതെ ഒന്നും ആലോചിക്കാതെ കോഫിയിൽ ടീ കേക്ക് മുക്കി കഴിക്കുമ്പോഴും ചിപ്സ് കഴിക്കുമ്പോഴൊക്കെ. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ ഡയറ്റിൻ്റെ സംഭവം ആലോചിക്കുമ്പം അതിനോടൊക്കെ നോ പറയാറാണ്. ഇങ്ങനെയൊക്കെ വന്നിരിക്കുമ്പോൾ നമുക്ക് പിന്നെ പണ്ട് കോളേജിലൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട്, സ്കൂളിലൊക്കെ ഉണ്ടാവില്ലേ എല്ലാവരും ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ പോയിട്ടിങ്ങനെ എല്ലാം എന്ത് വേണമെങ്കിലും കഴിക്കും എന്നുള്ളൊരവസ്ഥ, ആ ഒരു അവസ്ഥയായിരിക്കും ഇങ്ങനെയൊക്കെ വന്നിരിക്കുമ്പം. എന്തായാലും നമ്മൾക്ക് ആ സാൻഡ്വിച്ചും കൂടെ ഉണ്ടാക്കാം. എന്നിട്ട് ഞാനും ഓടി ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ അടുത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം കൂടെ വെച്ചിട്ട് ജസ്റ്റ് ഒരു സാൻഡ്വിച്ച് അങ്ങോട്ട് ഉണ്ടാക്കും. അങ്ങനെ നമുക്ക് വീട്ടിൽ നിന്നും ചെയ്ത് നോക്കാം. ചപ്പാത്തിയോ അല്ലെങ്കിൽ കുബൂസോ എന്താണ്, പൊറാട്ടയോ എന്താണോ ഉള്ളതെന്ന് വെച്ചാൽ അതെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മളുടെ ഡിപ്പ്, ഇത് ലാബ്നെ മക്ദൂസാണ്. ഇതിൽ നമ്മുടെ ഈ കുഞ്ഞു വഴുതനങ്ങ, ദെൻ ഗാർലിക്, ഭയങ്കര ടേസ്റ്റാണ്. ഗാർലിക് വാൾനട്ടൊക്കെ ഞാനൊരു ദിവസം കുറച്ച് ഡിപ്സ് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു ദിവസം ഉണ്ടാക്കണം, റെസിപ്പി ആയിട്ടിടാം. അത് നല്ല രസമല്ലേ. എന്നിട്ട് കുബൂസ് എടുക്കുക, അതിൻ്റെ മേലെ നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളത് അതാണ് ഞാനിപ്പോൾ ഇടാൻ പോകുന്നത്. അതിൻ്റെ മേലെ നമ്മുടെ ഈ അടിപ്പ് വെച്ചു ഒന്ന് സ്പ്രെഡ് ചെയ്തു. ദെൻ ബട്ടർ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ബട്ടർ ഇട്ടു പീസസ് ആയിട്ട്. പിന്നെ മോർത്താഡല്ല, അത് ചിക്കൻ ഒലീവ്സ് ആണെന്നോ, അല്ല ചിക്കൻ പെപ്പറിൻ്റെയാണ്, അതിട്ടു. അത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഒന്ന് പറയണേ. അപ്പോൾ അതും ഇട്ടു. പിന്നെ അതിൻ്റെ മേലേക്കായിട്ട് നമ്മൾ ചിക്കൻ കുറച്ച് ഈ 65 മറ്റേ ഫ്രൈ ആയിട്ടുള്ളത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രൈ ആയിട്ടുള്ള ആ ഒരു സംഭവം ഇട്ടു. അത് രസമുണ്ട്, ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ അതും കൂടെ ഇട്ടു. അതുകൊണ്ടാണ് നമ്മളിതിനെ ജംബോ സാൻഡ്വിച്ച് എന്ന് പേരിട്ടത്. കാരണം എല്ലാം കൂടെ ഇടുമ്പോൾ എന്തായാലും നല്ല വലിയ സൈസിലല്ലേ നമുക്ക് കിട്ടുക. അങ്ങനെ നമ്മുടെ ചിക്കൻ അതിലേക്കിട്ടു. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ചെഡാർ ചീസാണ്. അപ്പോൾ ആ ചീസ്, അതായത് ചീസ് സ്ലൈസസ്, ആ സ്ലൈസസും കൂടെ അതിൻ്റെ മേലേക്ക് നന്നായിട്ട് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ തന്നെ ഒരു റിച്ച് ലുക്കൊക്കെ വന്നിട്ടില്ലേ,
നമ്മുടെ സാൻഡ്വിച്ചിന്. ചീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്, എസ്പെഷ്യലി ചെഡാർ ചീസ്. അപ്പോൾ അതങ്ങോട്ട് ഇഷ്ടംപോലെ ഇടുകയാണ് ചെയ്യുക. ഒരു 4-5 സ്ലൈസസ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ മേലേക്ക് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അത്രയും സ്ലൈസസ് അതിൻ്റെ മേലെ ഇട്ടു. ദെൻ അടുത്തതായിട്ട് നമുക്കിതിനെ കുറച്ചൊന്ന് ഹെൽത്തി ആക്കാം അല്ലേ. ചീസ് ഹെൽത്തി തന്നെയാണ്, എന്നാലും കുറച്ചും കൂടെ എന്തെങ്കിലും വെജൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും നമ്മുടെ കയ്യിലുള്ള എല്ലാ വെജും, ഇപ്പം ലെറ്റസ് ഉണ്ടായിരുന്നു, അപ്പോൾ ലെറ്റസ് ഇട്ടു. ഒലീവ്സ് അതെടുത്തിട്ടിടുക, ബ്ലാക്ക് ഒലീവ്സ് ആയിരുന്നു, ഒലീവ്സ് ഇടുക. ദെൻ ഫ്രൂട്ട്സും ഇടാം, ബനാന, ആപ്പിള് അതൊക്കെയാണുള്ളത്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഇടുക. എല്ലാം കൂടെ ഇട്ടിട്ട് വരുമ്പം ഭയങ്കര രുചിയാണിത് സംഭവം. അപ്പോൾ അങ്ങനെ നമ്മുടെ കയ്യിൽ കാണുന്നതൊക്കെ കൂടെ ഇട്ടു. അങ്ങനെ എല്ലാം കൂടെ നല്ല ഹെവിയുമാണ്, അതുപോലെ തന്നെ സൈസ് ഭയങ്കര ബിഗ് സൈസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചീറ്റോസിൻ്റെ കാര്യം മറന്നു പോകണ്ട. അപ്പോൾ ചീറ്റോസും കൂടെ അതിൻ്റെ മേലെ ഇട്ട് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെങ്ങനെയുണ്ട്. അടിപൊളിയാണ് സംഭവം കേട്ടോ. അപ്പോൾ നമ്മുടെ ജംബോ സാൻഡ്വിച്ച് ഇവിടെ റെഡിയാണ്. ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത്? ബട്ടർ ഉണ്ട്, ദെൻ നമ്മുടെ ഡിപ്പുണ്ട്, ദെൻ ചെഡാർ ചീസ് ഉണ്ട്, ദെൻ ചീറ്റോസ് ഉണ്ട്, ലെറ്റസ്, കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഇട്ടിട്ട് നല്ല വലിയ സൈസിൽ സംഭവം ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അടുത്തേക്ക് വന്നിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇതുപോലെ നമുക്ക് വീട്ടിൽ നിന്ന് വെറുതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, കയ്യിലുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് വെറുതെ ഇങ്ങനെ ഉണ്ടാക്കാം. നോക്കിയേ, നല്ല രസമല്ലേ കാണാൻ. മൊട്ടാഡല്ലയും ഉണ്ട്, മൊട്ടാഡല്ലയും ചിക്കനും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം കുറച്ച് നല്ല ഹെവി ബട്ട് നല്ല ടേസ്റ്റി. ഹെൽത്തി അല്ലാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഹെൽത്തിയും കൂടെയാണ് സംഭവം. നല്ല രുചിയാണ്. ഇത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നല്ല രുചിയാണ്. എന്തായാലും ഞാനിത് കഴിക്കുന്നു, അവർക്കൂടെ കൊടുക്കുന്നു, എന്നിട്ട് ഞാനും കൂടെ ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. നല്ല ഞാൻ ഇരിക്കുന്നത് കാണുന്ന പോലെയല്ല, ശരിക്കും തണുപ്പ് നന്നായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ നല്ല എന്താ പറയുക, കിടുകിടാന്ന് വിറക്കുന്ന തണുപ്പ് തന്നെയാണ്. ഇത് ഞാൻ കൊടുത്തപ്പോഴുള്ള ഹസ്ബൻഡിൻ്റെ ഫസ്റ്റ് കമൻ്റ് എന്ന് പറയുന്നത് ഇത് ആനയ്ക്കുള്ള സംഭവമാണോ എന്നാണ്. അത്രയും ഭയങ്കര സൈസ് കണ്ടിട്ട്. അപ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത്. നിങ്ങളോടും കൂടെയാണ് ഇങ്ങനെയല്ല കഴിക്കേണ്ടത്, ഈ രീതിയിൽ ഇതിനെ കഴിക്കണം, അപ്പോഴാണ് നമുക്കത് വൃത്തിയായിട്ട് വായിലേക്ക് കിട്ടുക. അപ്പോൾ എന്തായാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എന്നോട് കമൻസിൽ പറയുക. നല്ല നമ്മുടെ ചില ദിവസങ്ങൾ, ചില നിമിഷങ്ങളൊക്കെ ഫാമിലി ആയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുക. വെറുതെ ഒരു രസമല്ലേ. നമ്മുടെ കുട്ടികളുമായിട്ടോ വീട്ടുകാരുമായിട്ടോ കൂട്ടുകാരുമായിട്ടോ ആരായിട്ടെങ്കിലും ഇങ്ങനെ കുറച്ച് സമയം നമ്മുടെ എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുക്കുക. തിരക്കുകളിൽ നിന്നും ഒരു വിശ്രമം, ഒരു ബ്രേക്ക് പോലെ ഇങ്ങനെ കൂടിയിരിക്കുക, കുറേ കളിതമാശകളൊക്കെ പറയുക, ഉറക്കെ ചിരിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതം കുറേ ആനന്ദവും കുറേ പൊട്ടിച്ചിരികളും ഒക്കെ നിറഞ്ഞതാവട്ടെ.